മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ അരുമകളായ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായ വിധത്തിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ നിത്യപിതാവിന് സമർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തിയും തിരക്കിനും ഉള്ളിൽപ്പെട്ട് മറന്നുപോകുന്ന ഒരു സുഹൃതമുണ്ട്. ബന്ധങ്ങൾ കൂട്ടിയിണക്കാനും ചിലപ്പോൾ തകർത്ത് കളയാനുമൊക്കെ സഹായിക്കുന്ന ഒരു കാര്യം. അതിനെക്കുറിച്ചാണ് ഇന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം. നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. മക്കളെ, ദൈവവും മനുഷ്യനും ഒരുപോലെ കൊതിക്കുന്നൊരു സ്വഭാവമാണ് നന്ദി പറയുക, കൃതജ്ഞത പ്രകാശിപ്പിക്കുക. ഇങ്ങനെ പറയാറില്ലേ, ദ ബെസ്റ്റ് ഗിവിങ് ഈസ് ദ താങ്ക്സ് ഗിവിങ്. നന്ദി കൊടുക്കലാണ് ഏറ്റവും വലിയ കൊടുക്കൽ എന്ന് പറയുന്നത്. എത്രയോ പേരുടെ സ്നേഹവും സഹായവും കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വളർന്നു വന്നിട്ടുള്ളത്. എന്നിട്ട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ വളരാൻ എത്രയോ പേരാണ് കുനിഞ്ഞു കൊടുത്തിട്ടുള്ളത്, അധ്വാനിച്ചിട്ടുള്ളത്. അവരെ ഓർക്കാറുണ്ടോ? ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ എത്രയോ പേർ നമ്മെ സഹായിച്ചിട്ടുണ്ട്. നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമ്മിലെ സ്നേഹം വറ്റുമ്പോൾ ഹൃദയം മരിക്കുന്നു. ഹൃദയം മരിക്കാൻ നമ്മൾ അനുവദിക്കരുത്. നാം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാകും മറ്റുള്ളവർ എത്രയോ ശ്രേഷ്ഠരാണെന്ന്. സ്നേഹത്തിൻ്റെ അളവ് കുറയുമ്പോൾ അകൽച്ചകൾ കൂടുന്നു. അപ്പോൾ നന്ദിയും അറ്റുപോകുന്നു. നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരുടെ കഴിവുകേടുകളെ നികത്താനും മറ്റുള്ളവരുടെ കഴിവുകൾ നമ്മിലെ കഴിവുകൾ നികത്താനുമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുക. അല്ലേ? അതല്ലേ ശരി? ലോകം സുന്ദരമാകാൻ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞാൽ മതിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തിരുത്തലുകൾ, ഉപദേശങ്ങൾ, ശാസനകൾ, പ്രോത്സാഹനങ്ങൾ, സഹായങ്ങൾ എന്നിവ നൽകിയവരോട് നമ്മൾ നന്ദി പ്രകാശിപ്പിച്ചിട്ടുണ്ടോ? സഭയും സംഘടനയും പാർട്ടിയും വ്യക്തികളും പരസ്പരം നന്ദി പറയാൻ തുടങ്ങിയാൽ ലോകത്തിൻ്റെ ഗതി മാറും. ജീവിതത്തിൽ മാറ്റം സംഭവിക്കും. ദൈവത്തിൻ്റെ കൃപ നദി പോലെ ഒഴുകാൻ തുടങ്ങും. ഇന്ന് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് തീർന്നു കഴിഞ്ഞാൽ ഒരു പേപ്പർ എടുത്ത് നന്ദി പറയേണ്ടവരുടെ പേരുകൾ ഒന്ന് എഴുതി വയ്ക്കുക. നേരെ എന്നിട്ട് താങ്ക് യു എന്ന് എഴുതി വയ്ക്കുക. മാത്രമല്ല, ഇന്നത്തെ വചനം ഒരു സമ്മാനമായി അയക്കുക. എന്താണ് ഈശോ പറയുന്നത്? നന്ദി പറയാനും കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നത് ശ്രേഷ്ഠമായ ഒരു സുഹൃതമാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഇന്നത്തെ ശുശ്രൂഷ സംബന്ധിച്ചവരോടും നമ്മൾ ഷെയർ ചെയ്യാൻ, നന്ദി പറയാൻ ഒരുങ്ങിയിരിക്കുന്നവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.